കാണുമോ സ്ലൈഡ് പ്രസന്റ് ചെയ്തിട്ട്? കാണാം. തുടങ്ങല്ലേ? കാണാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ബയോളജി ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഫസ്റ്റ് ബയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ ഡെഫിനേഷൻ പറയുമ്പോൾ ബയോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്, ദാറ്റ് ഇസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ബയോളജി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 2 മേജർ ഡിവിഷൻസ്. ഫസ്റ്റ് വൺ ഇസ് ബോട്ടണി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സുവോളജി. ബോട്ടണി എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, ആൻഡ് സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആനിമൽസ്. ഇനി നമ്മൾ ഒരു ബയോളജിക്കൽ വേൾഡ് കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ കുറിച്ച് നമ്മൾ പറയണം. അപ്പോ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ all living things breathe, eat, grow, move, reproduce and have senses. അതായത് ഇങ്ങനെ eat, they have the ability to eat, they have the ability to breathe, they grow, they move. അപ്പം അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അവര് they do not have any movement, അല്ലെങ്കിൽ they do not breathe, അല്ലെങ്കിൽ they do not grow, അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും നോൺ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ആക്ച്വലി ഒരു ലിവിങ് ഓർഗാനിസം ആണല്ലോ. ബിക്കോസ് വി ഈറ്റ്, വി ഗ്രോ, വി റീപ്രൊഡ്യൂസ്. ഇനി നെക്സ്റ്റ് ഒരു ടേം വരുന്നതാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കോംപ്ലെക്സ് granular, elastic, viscous and colorless substance which constitutes the living part of the cell. അതായത് ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നതാണ് ഒരു എന്താ പറയാ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ആണ്. അതായത് അതാണ് ലിവിങ് പ്രോസസ്സിന്റെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ലിവിങ് പ്രോസസ്സസ് എന്നാണ് ഈ പ്രോട്ടോപ്ലാസത്തിന് നമ്മൾ പറയുന്നത്. പ്രോട്ടോപ്ലാസം പിന്നെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടേം, അതായത് ലിവിങ് ബീങ്സ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ദേ ഗ്രോ അല്ലെ. അപ്പം ഈ ഗ്രോത്ത് എന്നുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ ഇവിടെ പറയാണ്. ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് an irreversible permanent increase in size of an organ or its part or an individual as a whole. അതെന്ന് പറയുന്നത് ആനിമൽസിൽ ഇറ്റ് ഇസ് ലിമിറ്റഡ്, whereas പ്ലാന്റ്സിൽ ഇറ്റ് ഇസ് അൺലിമിറ്റഡ്. നെക്സ്റ്റ് നമ്മള് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ഫസ്റ്റ് ഫീച്ചർ എടുത്ത് നോക്കുകയാണ്, അതായത് നമ്മൾ ലൈഫ് എടുത്ത് നോക്കാം. ലൈഫ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ദേ ലിവ് അല്ലെ, ദേ പൊസസ് ലൈഫ്, വെറാസ് നോൺ ലിവിങ് ഓർഗാനിസംസ് ദേ ഡു നോട്ട് പൊസസ് ലൈഫ്. പിന്നെ റീപ്രൊഡക്ഷൻ, ഓഫ് കോഴ്സ് ലിവിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, നോൺ ലിവിങ് ഓർഗാനിസംസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. Nutrition, of course, they need food, so they for survival and energy, living things depend on water, air and food, whereas non-living things do not depend on these. പിന്നെന്താ റെസ്പോൺസ്, അതായത് ഒരു സ്റ്റിമുലൈ ആക്ഷൻ പറയുന്നതാണ് ഈ റെസ്പോൺസ്. അതായത് നമ്മൾ എന്തെങ്കിലും ലിവിങ് തിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമല്ലോ, അതിനെയാണ് പറയുന്നത് ഒരു സ്റ്റിമുലൈ ഇഫക്റ്റ് പോലെ. Living things are sensitive and responsive to stimuli, whereas non-living things are not. In a cell structure നോക്കുകയാണെങ്കിൽ living things are made up of cells, whereas non-living things do not have cells. പിന്നെ growth, of course, living organisms grow, whereas non-living organisms do not grow. പിന്നെ lifespan എന്ന് പറയുന്നത് living beings have a lifespan and it is not immortal, whereas
non-living things no lifespan and they are immortal. In movement, of course, living organisms move or they are mobile, whereas non-living organisms they cannot move. പിന്നെ respiration, of course, living organisms respire. They respire and exchange of gases takes place in their cells, whereas non-living organisms do not respire. പിന്നെ ലിവിങ് ഓർഗാനിസംസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ്, ഇൻസെക്ട്സ്. നോൺ ലിവിങ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ലൈക്ക് ടെമ്പറേച്ചർ, എയർ, വാട്ടർ, റോക്ക്, പെൻ, എക്സെട്ര. നമുക്ക് കുറച്ച് ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ബ്രാഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ആണ് ആഗ്രോണോമി. ആഗ്രോണോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ക്രോപ്പ് പ്ലാന്റ്സ്. അഗ്രികൾച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആഗ്രോണോമി. അനാട്ടോമി. അനാട്ടോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡീന്റെ സ്റ്റഡി, അതായത് ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ സ്റ്റഡിയാണ് അനാട്ടോമി. ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the study of internal structures after cutting or dissection. Next term ആണ് anthology. Anthology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ study of flowers ആണ് anthology. നെക്സ്റ്റ് വരുന്നത് anthropology. Anthropology എന്ന് പറഞ്ഞാൽ study of apes and man ആണ് anthropology. ഇനി അപ്പികൾച്ചർ. അപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീ കീപ്പിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ, അതായത് ഹണി കീപ്പിംഗ് എന്നൊക്കെ പറയുന്നത്, ഇതാണ് അപ്പികൾച്ചർ. പിന്നെ കാർഡിയോളജി. കാർഡിയോളജി നമുക്ക് ആ ടേം കേൾക്കുമ്പോൾ അറിയാം, കാർഡിയാക് റിലേറ്റഡ് ടേം അല്ലേ, അപ്പോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഹാർട്ട്. പിന്നെ നെക്സ്റ്റ് ടേം ആണ് ക്രയോബയോളജി. ക്രയോബയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഇഫക്ട്സ് ഓൺ ലൈഫ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ, ക്രയോബയോളജി. പിന്നെ നെക്സ്റ്റ് ടേം ആണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാല് ദ സ്റ്റഡി ഓഫ് സെൽസ് അല്ലെങ്കിൽ ഓർഗൻസ്, സ്റ്റഡി ഓഫ് സെൽസ് ആണ് സൈറ്റോളജി. പിന്നെ വരുന്നത് ഡെർമറ്റോളജി. ഡെർമറ്റോളജി നമ്മൾ കേട്ടിട്ടുണ്ട്, കോമൺ ആണ്. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്കിൻ. ആൻഡ് എൻറ്റമോളജി. എൻറ്റമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻറ്റമോളജി. ഒരു പെന്നും പേപ്പർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഇതിന്റെ നോട്ട്സ് PDF എല്ലാം കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവര് ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ ആൻഡ് ജസ്റ്റ് റൈറ്റ് ഡൗൺ ഓൾ ദി പോയിന്റ്സ് യു സേയിങ്. ഓക്കെ. ഇനി സം ബ്രാഞ്ചസ് ഓഫ് ബയോളജി ആണ്. അതിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ആണ്. ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലവർ യീൽഡിംഗ് പ്ലാന്റ്സ് ആണ് ഫ്ലോറികൾച്ചർ. പിന്നെ വരുന്നതാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻസ്. പിന്നെ ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ട് പ്ലാന്റ്സ്, ഹോർട്ടികൾച്ചർ. ഇനി ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലിസാർഡ്സ് ആൻഡ് അതർ റെപ്റ്റൈൽസ്. സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ആണ് ഹെർപ്പറ്റോളജി. ഇക്തിയോളജി. ഇക്തിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഫിഷ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ഫിഷ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ ആണ് ഇക്തിയോളജി. പിന്നെ വരുന്നത് മൈക്കോളജി. മൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഫംഗൈ ആണ് മൈക്കോളജി. അതുപോലെ മയോളജി, സ്റ്റഡി ഓഫ് മസിൽസ് ആണ് മയോളജി. പിന്നെ നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് കിഡ്നി ആണ് നെഫ്രോളജി. നെക്സ്റ്റ് ഓർണിത്തോളജി. ഓർണിത്തോളജി ആണ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. പിന്നെ ഫൈക്കോളജി. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആൽഗി.
വോയിസ് എല്ലാവർക്കും ഓഡിബിൾ ആണോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ വോയിസ്? ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓഡിബിൾ നെക്സ്റ്റ് ആണോ? ടേം ആണ് വോയിസ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. നെക്സ്റ്റ് ടേം ആണ് പലേയോബോട്ടണി. പലേയോബോട്ടണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോസിൽസ്. അതായത് സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ് പലേയോബോട്ടണി. പിന്നെ നെക്സ്റ്റ് ടേം ആണ് പെഡോളജി. പെഡോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സോയിൽസ് ആണ് പെഡോളജി. നെക്സ്റ്റ് ടേം ആണ് പെത്തോളജി. പെഡോളജി ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയ SSC ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിയുടെ ടോപ്പിക്സ് ആണ്. അപ്പൊ ബെറ്റർ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലത്. ഈ നിങ്ങൾക്ക് എങ്ങനെ either it is SSCGD or Indian Army. അപ്പോൾ ബെറ്റർ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടേം ആണ് പത്തോളജി. പെഡോളജി ഉണ്ട്, പത്തോളജി ഉണ്ട്. പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വേരിയസ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ് പത്തോളജി. പെഡോളജി is study of soils, whereas pathology is study of diseases in human beings. Next term ആണ് physiology. Physiology എന്ന് പറഞ്ഞാൽ study of functions of various parts within the organisms. Next term is sericulture. Sericulture എന്ന് പറയുമ്പോൾ it is a study, silk industry related study ആണ് sericulture. Silk industry concerned with culture of silk moth and pupa. Next term ആണ് tropology. Tropology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ ആണ് tropology. Next term toxicology. Toxicology. Toxicology എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് narcotics and the influence of narcotics on various organisms. Study of narcotics ആണ് toxicology. Next term taxonomy. Taxonomy എന്ന് പറഞ്ഞാൽ the branch of science which deals with the study of classification of organisms. ആണ് taxonomy. നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടാക്സോണമി. നെക്സ്റ്റ് ടേം ഇസ് യൂറോളജി. Urology is the study of wine, including diseases and the abnormalities of urinary and urine genital tract. Urology. Next term ആണ് virology. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ സിമിലർ ആണ്. Virology is the study of virus. Virology, virus. Some scientists in biology, important names ആണ്. First is the father of biology and father of zoology. അത് രണ്ടും അരിസ്റ്റോട്ടിൽ ആണ്. പിന്നെ ബോട്ടണി തിയോഫ്രാസ്റ്റസ്.
father of genetics, Mendel, J.G. Mendel. Father of medicine, Hippocrates. Father of modern surgery, Joseph Lister. Father of taxonomy, Carolus Linnaeus. Father of paleontology, Leonardo da Vinci. Father of evolution, Charles Darwin. Father of DNA structure, Watson. Watson and Crick method. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ഫാദർ ഓഫ് ബയോളജി, സുവോളജി, എവല്യൂഷൻ, അതുപോലെ തന്നെ DNA എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, അതുപോലെ തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കുക. Next, some inventions in biology. Inventions, first one, penicillin. Penicillin invented Alexander Fleming. Polio vaccine by Jonas Salk and his team. Insulin ആണ് Frederick Banting and Charles H. Best. Next discovery, circulation of blood by William Harvey. Stethoscope by Reen Laennec. First test tube baby, Robert Edward and Patrick Steptoe. Next invention, vaccination by Edward Jenner. CT scan by Godfrey Hounsfield and Alan Cormack. DNA fingerprinting by Alec Jeffreys. Electrocardiogram, ECG, by William Einthoven. Cell by Robert Hooke and X-ray by Wilhelm Röntgen. Next, diagnostic imaging. First one ആണ് X-rays. X-rays നമുക്കറിയാം. X-rays are a type of radiation called electromagnetic waves. X-ray imaging creates pictures of the inside of your body. The images show the parts of your body in different shades of black and white, and it is used mainly for checking broken bones. Next is CT scan. CT scan is computerized tomography scan. It can detect bone and joint problems like complex bone fractures and tumors. അടുത്തതാണ് MRI. MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. It can be used to detect brain tumors, brain injury, stroke, infection, and the causes of headache.
Next on ultrasound. Ultrasound is used to create images of soft tissue structures such as the gallbladder, liver, kidneys, pancreas, bladder, and other organs and other parts of body. And also ultrasound can also measure the flow of blood in the arteries to detect blockages. Some medical terms നോക്കാം. First one, allergy. Allergy means occurs when a person reacts to substances in the environment that are harmless to most people. These substances are known as allergens and are found in dust mites, pets, pollen, insects, sticks, fruits, etc. Atopy is a genetic tendency to develop allergic diseases. Next term ആണ് angiography. The angiogram, angioplasty എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് uses X-rays and a special dye to take pictures of the arteries in your brain, heart and kidneys. അത് എങ്ങനെയാ ചെയ്യണമെന്ന് ചോദിച്ചാൽ the dye is injected into a small tube or catheter into an artery in your groin or your arm, and the small tube is inserted after an injection of local anesthetic around the artery. Angiography. Next on a biopsy. Biopsy is a medical test commonly performed by a surgeon, interventional radiologist, or an interventional cardiologist. The process involves extraction of sample cells or tissues for examination to determine the presence or extent of a disease. Biopsy. Next on ICU. Term common. Intensive care unit, also known as an intensive therapy unit or intensive treatment unit or critical care unit, a special department of a hospital or health care facility that provides intensive care medicine. Next one, infertility. Infertility is a diminished or absent ability to conceive and bear offspring. Intravenous injections. Intravenous is a medical technique that delivers fluids, medications, and nutrition directly into a person's vein. Next one is artificial kidneys. Artificial kidneys is a mechanical device that operates outside the body and substitutes for the kidney by removing waste products from the blood. Artificial kidneys. Some medical equipments നോക്കാം. First one, CT scanner. നമ്മൾ നേരത്തെ നോക്കിയത്. Computed topography scan is a medical imaging technique used in radiology to get detailed images of body for diagnostic purposes. Next one, ECG, electrocardiography. ECG എന്ന് പറയുമ്പോൾ it is an the graph-like representation of voltage versus time of the electrical activity of the heart using electrodes placed on the skin. Next one is glucometer. Term പറയുന്നത് it is a medical device for determining the approximate concentration of glucose in the blood. In a stethoscope, an acoustic medical device for auscultation or listening to internal sounds of an animal or human body. Next term ആണ് thermometer. A thermometer is a device that measures temperature or a temperature gradient. The thermometers. In the ventilators, a ventilator is a machine that provides mechanical ventilation by moving breathable air into and out of the lungs to deliver breath to a patient who is physically unable to breathe or breathe. Ventilators.
ക്വസ്റ്റ്യനിലേക്ക് അതെ, ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞെന്നാൽ മതി. അതായത് ഇപ്പോൾ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഏപ്സ് ആൻഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആന്ത്രോപോളജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആ രീതിയിൽ മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ടേംസ് നോക്കി വെച്ചിട്ട് അത് എന്തിനാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. First question. The branch of science that deals with the study of apes and man. അതാണ് ആന്ത്രോപോളജി ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഏപ്സ് ആൻഡ് മാനിനെ വിളിക്കുന്നതാണ് ആന്ത്രോപോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is known as the father of biology? Father of biology and father of botany. Aristotle. അപ്പോൾ അരിസ്റ്റോട്ടിൽ. Next question. Herpetology. Herpetology എന്ന് പറയുമ്പോൾ എന്താണ്? It's a study of reptiles ആണ് herpetology. പിന്നെ creator of the first test tube baby. First test tube baby, it was by Robert Edward. അപ്പൊ ഇത്രയാണ് ബയോളജിയിൽ ഇൻട്രഡക്ഷനിൽ കുറച്ച് പഠിക്കാനുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തോളാം. അതായത് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇതിന്റെ കണ്ടിന്യൂ ക്ലാസ് വന്നിട്ട് ഇത് ബേസിക് ആയതുകൊണ്ടാണ്, ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതായിട്ട് അതായത് ഗൂഗിൾ മീറ്റ് വഴി എടുത്തത്. ബേസിക് ക്ലാസ് ആയതുകൊണ്ട് ബാക്കി കോഴ്സ് വന്നിട്ട് കോഴ്സിൽ എൻറോൾ ചെയ്തവർക്ക് മാത്രമാണ് ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നത്. അതായത് അവർക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആണ്. അതായത് നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോ അവർക്ക് കൊടുക്കും. അത് കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് അവർ ചോദിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത്. ഇത് ബേസിക് ക്ലാസ് ആയിട്ടാണ്. അപ്പൊ നേരത്തെ മാത്സിന്റെ ആണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് ബോട്ട്മാസ് തിയറം, അതുപോലെ തന്നെ ബേസിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതെല്ലാം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമായിട്ടാണ് അത് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി എടുത്തത്. അതുപോലെ തന്നെ ബയോളജിയും ചെയ്തത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ, ഇതിന്റെ കണ്ടിന്യൂ എന്ന് പറയുന്നത് സെൽസ്, അതുകൊണ്ട് പിന്നെ ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിന്യൂ ആയിട്ടുള്ളത് കോഴ്സിൽ എൻറോൾ ചെയ്തവർക്കാണ് കിട്ടുന്നത്. അപ്പോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഐദർ നിങ്ങൾക്ക് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഏത് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളാരും ഫോഴ്സ് ഒന്നും ചെയ്യത്തില്ല. ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.